നമ്മുടെ 5th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. 4th ചാപ്റ്റർ ഏതായിരുന്നു? ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. 4th ചാപ്റ്ററിൻ്റെ പേര് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നായിരുന്നു. അത് 5th ചാപ്റ്ററിലേക്ക് മാറിയപ്പോൾ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്നായിട്ട് മാറി. ഈ രണ്ട് ചാപ്റ്ററുകളും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. 4th ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പതുക്കെ ഓർത്തെടുക്കാം. നമുക്ക് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. മൂവിങ് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറൻറ്റാണ്. അതായത് ഒരു കണ്ടക്ടറിൽ കൂടി ആ ചാർജുകൾ ഒഴുകുമ്പോൾ ആ കണ്ടക്ടർ ഒരു കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടറാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു കണ്ടക്ടറിൽ കൂടി കറൻറ്റ് ഒഴുകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 4th ചാപ്റ്ററിൽ പഠിച്ചു. ഇനി ഈ ഒരു കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടർ, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഈ കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടർ നമ്മൾ മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഇനി അതൊരു കറൻറ്റ് ക്യാരിയിങ് ലൂപ്പാണെങ്കിൽ അതിൽ ഒരു ടോർക്ക് ആക്ട് ചെയ്യും. ടോർക്കിൻ്റെയും മാഗ്നറ്റിക് ഫോഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡുകൾ എന്തൊക്കെയാണ്? ഡയറക്ഷൻ എന്തൊക്കെയാണ്? ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെയാണ്? സൈക്ലോട്രോൺ, മൂവിങ് കോയിൽ, ഗാലനോമീറ്റർ, ഇത്തരത്തിലുള്ള ഡിവൈസുകളെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി ആ ഡിവൈസുകൾ പ്രിൻസിപ്പിൾ എങ്ങനെയാണ്, വർക്കിംഗ് എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 4th ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ശരിക്കും കറൻറ്റുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിസവും അതിൻ്റെ കുറച്ച് സവിശേഷതകളും അത് കാരണമുണ്ടാകുന്ന ഫോഴ്സ്, അങ്ങനെയുള്ള കുറച്ച് ഡിവൈസുകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് 4th ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. എന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് കാരണമുണ്ടാകുന്ന മാഗ്നറ്റിസത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ 4th ചാപ്റ്ററിൽ പഠിച്ചത്. ഇനി കറൻറ്റ് കാരണം മാത്രമാണോ നമുക്ക് മാഗ്നറ്റിസം ഉണ്ടാക്കാൻ സാധിക്കുക? തീർച്ചയായും അല്ല. ഇപ്പോൾ നമ്മളൊരു മാഗ്നറ്റിക് നീഡിൽ അല്ലെങ്കിൽ ഒരു കോമ്പസ് നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു നീഡിൽ കാണാം. നിങ്ങൾക്ക് ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉള്ള ചെറിയൊരു നീഡിൽ കാണാം. ഒരു കോമ്പസിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് നീഡിൽ കാണാം. ആ നീഡിൽ എപ്പോഴും നമ്മുടെ എർത്തിൻ്റെ ജോഗ്രഫിക് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് പോയിൻ്റ് ചെയ്ത് നിൽക്കുള്ളൂ. അതിന് കാരണം എന്താ? എർത്ത് സ്വന്തമായി ഒരു മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ആയിട്ട് സ്വയം ഉണ്ടാക്കിയെടുത്തതല്ല, നമ്മൾ മനുഷ്യന്മാരായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല. എർത്തിന് സ്വന്തമായി ഉള്ള മാഗ്നറ്റിസമാണ്. അത് ശരിക്കും ഒരു നാച്ചുറൽ മാഗ്നറ്റിസമാണ്. അതുപോലെ തന്നെ വളരെ പണ്ട്, ഏകദേശം 600 BC എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു സമയത്ത് ഗ്രീസിലുള്ള ഒരു ഐലൻഡ്, മഗ്നീഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡിൽ നിന്ന് ഒരു ഷെപ്പേഡ് ഒരു നാച്ചുറൽ മാഗ്നറ്റ് കണ്ടെത്തിയിരുന്നു. അതായത് നമ്മുടെ അയേണിൻ്റെ ഒക്കെ ഒരു ഓറ് മാഗ്നറ്റൈറ്റ് Fe3O4. അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ മാഗ്നറ്റായിരുന്നു. അതിൻ്റെ സ്ട്രെങ്ത്ത് വളരെയധികം കുറവാണെങ്കിൽ കൂടി അതിന് മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ കയ്യിലുള്ള നാച്ചുറൽ മാഗ്നറ്റ്. പക്ഷേ അതിൻ്റെ സ്ട്രെങ്ത്ത് കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റുകളെ ഉണ്ടാക്കിയെടുത്തു. നമ്മളിപ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ ലബോറട്ടറീസിൽ നമുക്ക് ഒരുപാട് പരിചിതമായ ബാർ മാഗ്നറ്റ്, ഹോഷു മാഗ്നറ്റ്, കോമ്പസിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് നീഡിൽ, ഇതൊക്കെ എന്താണ്? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റുകളാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഒരു 5th ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നാച്ചുറലായിട്ടുള്ള മാഗ്നറ്റിസം എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ മാഗ്നറ്റാണ്. എർത്തിൻ്റെ മാഗ്നറ്റിസം നാച്ചുറലായിട്ടുണ്ടാകുന്നതാണ്. ഇതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടും മാഗ്നറ്റുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ബാർ മാഗ്നറ്റുകൾ, അതല്ലെങ്കിൽ ഹോഷു മാഗ്നറ്റുകൾ, മാഗ്നറ്റിക് നീഡിൽ, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റുകളാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള മാഗ്നറ്റുകളും അവരുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡും അവയുടെ സവിശേഷതകളും ഒക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. മാഗ്നറ്റിസം അതായത് കറൻറ്റ് കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്ല, അല്ലാതെ തന്നെ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രധാനമായും 5th ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നുണ്ട്. ഇനി ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് മെറ്റീരിയൽ എങ്ങനെയൊക്കെ ആയിരിക്കും ബിഹേവ് ചെയ്യുക? അവൻ്റെ പ്രോപ്പർട്ടി, നമ്മൾ വെക്കുന്ന മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി എന്തൊക്കെയായിരിക്കും? അതും കൂടി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ
ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കറൻറ്റ് കാരണമുണ്ടാകുന്ന മാഗ്നറ്റിസത്തിനെ നമ്മൾ മാറ്റി നിർത്തി, അത് നമ്മൾ ഓൾറെഡി 4th ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. അല്ലാതെ ഉണ്ടാകുന്ന മാഗ്നറ്റിസം, അതായത് നാച്ചുറലായിട്ടുണ്ടാകുന്ന മാഗ്നറ്റിസം, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാകുന്ന മാഗ്നറ്റിസം. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അത് കറണ്ട് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിസമാണ്. ഓക്കെ, അപ്പോൾ ഒരു കണ്ടക്ടറിനെ കറണ്ട് കടത്തി വിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മാഗ്നറ്റായിട്ട് മാറ്റാം. 4th ചാപ്റ്ററിൽ പഠിച്ചു. അല്ലാതെയും നമുക്ക് മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യാം. എർത്തിൻ്റെ മാഗ്നറ്റിസവും അതുപോലെ തന്നെ ഹോഷു മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ്, മാഗ്നറ്റിക് നീഡിൽ, ഇവരൊക്കെ കാരണവും മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡുകളെക്കുറിച്ചും ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ വെച്ച് കഴിഞ്ഞാൽ അവൻ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ 5th ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹെഡിങ് ഒന്നുകൂടി വായിക്കാം, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. ഇനി നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓൾറെഡി നമ്മളൊരു ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞു. എന്താണ് നാച്ചുറൽ മാഗ്നറ്റ്സ്? നമ്മൾ കൈകടത്താതെ തന്നെ, നമ്മുടെ സഹായമില്ലാതെ തന്നെ നേച്ചറിൽ കുറച്ച് മാഗ്നറ്റിസങ്ങളെ നിങ്ങൾക്ക് കാണാം. നേരത്തെ പറഞ്ഞു നമ്മൾ, എർത്ത് സ്വന്തമായിട്ട് മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ എർത്തിൻ്റെ മാഗ്നറ്റിസം അവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കയ്യിലുള്ള കോമ്പസിൻ്റെ ഉള്ളിലെ മാഗ്നറ്റിക് നീഡിൽ എർത്തിൻ്റെ ജോഗ്രഫിക് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നത്. നമ്മളാരും ഉണ്ടാക്കിയെടുത്ത മാഗ്നറ്റിസം അല്ലാതെ അത് നമ്മുടെ എർത്തിന് സ്വന്തമായിട്ടുള്ള മാഗ്നറ്റിസമാണ്, ഒരു നാച്ചുറൽ മാഗ്നറ്റിസമാണ്. അതേപോലെ തന്നെ ആ ഒരു നേരത്തെ ചെറിയൊരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഗ്രീസിലെ മഗ്നീഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡിൽ നിന്ന് ഒരു ഷെപ്പേഡ്, ഒരു ആട്ടിടയും കണ്ടെത്തിയ വളരെ നാച്ചുറലായിട്ടുള്ള ഒരു മാഗ്നറ്റ് ഉണ്ട്. അതാണ് മാഗ്നറ്റൈറ്റ്, Fe3O4. അതും ഒരു നാച്ചുറൽ മാഗ്നറ്റിസം തന്നെയാണ്. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ നാച്ചുറൽ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത്ത് വളരെയധികം കുറവായതുകൊണ്ട് നമ്മൾ മനുഷ്യന്മാർ തന്നെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റുകളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടങ്ങി. ആൽനിക്കോ, അലുമിനിയം, നിക്കൽ, കൊബാൾട്ടിൻ്റെയും വളരെ ചെറിയ തോതിലുള്ള അയണിൻ്റെയും ഒരു അലോയാണ് ആൽനിക്കോ. ആൽനിക്കോ എന്ന് പറയുന്ന അലോയ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റുകൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിലും ഇഷ്ടമുള്ള ഷേപ്പിലും ഇഷ്ടമുള്ള സ്ട്രെങ്ത്തിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്. അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ഹിസ്റ്ററി ഓഫ് നാച്ചുറൽ മാഗ്നറ്റ് 600 BC. വളരെ കാലങ്ങൾക്ക് മുമ്പ്, വളരെ ചെറിയൊരു സ്റ്റോറിയാണത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നാച്ചുറൽ മാഗ്നറ്റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള Fe3O4നെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നാച്ചുറൽ മാഗ്നറ്റാണ് കേട്ടോ. മാഗ്നറ്റൈറ്റ് Fe3O4 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ മാഗ്നറ്റാണ്. നമുക്ക് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഒരു മാഗ്നറ്റാണ്. പക്ഷേ അതിൻ്റെ സ്ട്രെങ്ത്ത് കമ്പാരിറ്റീവ്ലി കുറവാണ്. എങ്ങനെയാണ് ആദ്യമായി ആ Fe3O4നെ മാഗ്നറ്റൈറ്റിനെ കണ്ടുപിടിച്ചത്? ഓക്കെ, അത് നടന്നത് ഗ്രീസിലാണ്. മഗ്നീഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡിൽ, പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗ്രീസിലാണ് നടന്നത്. മഗ്നീഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡിൽ നിന്നാണ് ഈ നാച്ചുറൽ മാഗ്നറ്റ് കണ്ടുപിടിച്ചത്. ഈ മഗ്നീഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡിൽ നിന്ന് കണ്ടെത്തിയത് കൊണ്ട് അതിന് മാഗ്നറ്റൈറ്റ് എന്ന് പേര് കൊടുത്തു എന്നുള്ളതാണ് വിശ്വാസം. വളരെ പണ്ട് കാലങ്ങളിൽ ഈ ഷെപ്പേഡ്, അതായത് ഒരു ആട്ടിടയൻ, അദ്ദേഹത്തിൻ്റെ ആടിനെയും കൊണ്ടൊക്കെ ഇങ്ങനെ മേയ്ക്കാനായിട്ട് പോകുമായിരുന്നു. ഒരു കുന്നിൻ്റെ മുകളിലേക്ക് എത്തിയപ്പോൾ, ഒരു സ്റ്റോറി പോലെയാണത് പറയുന്നത്, ഒരു കുന്നിൻ്റെ മുകളിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ ഷൂ ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ ചെരുപ്പുണ്ടായിരുന്നു. ആ ചെരുപ്പിൽ കുറച്ച് അയേണിൻ്റെ നെയിലുകൾ അല്ലെങ്കിൽ അയേണിൻ്റെ കുറച്ച് ഭാഗങ്ങളും ആ ചെരുപ്പിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അദ്ദേഹത്തിന് നടന്ന് വയ്യാതെ ആയപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഒരു കാലെടുത്ത് അവിടെ ചെറിയൊരു പാറക്കഷ്ണം, ചെറിയൊരു റോക്കിൻ്റെ ചെറിയൊരു പീസ് അദ്ദേഹം നിലത്ത് കണ്ടു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? പതുക്കെ കാലൊന്ന് ആ റോക്കിൻ്റെ മുകളിലേക്ക്, ആ കല്ലിൻ്റെ മുകളിലേക്ക് പതുക്കെ ഒന്ന് എടുത്തു വെച്ചു. അദ്ദേഹം ക്ഷീണിതനായപ്പോൾ ചെയ്ത കാര്യമാണ്. കുറച്ച് നേരം അദ്ദേഹം അങ്ങനെ വെച്ചിട്ട് പിന്നീട് കാല് പുറത്തേക്ക് എടുക്കാൻ നോക്കിയപ്പോൾ ചെറിയൊരു അട്രാക്ഷൻ പവർ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ചെയ്തു, അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഒരു കാര്യം മനസ്സിലായി, ചെരുപ്പിൻ്റെ അയേണുള്ള ഭാഗങ്ങളിലേക്കാണ് പ്രധാനമായും ആ ഒരു കല്ല് അട്രാക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം ചെരുപ്പ് കൈകൊണ്ട് വലിച്ചൂരിയെടുത്തതിന് ശേഷം കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു. ഇതിപ്പോൾ റോക്കാണെങ്കിൽ ചെരുപ്പ് ഇങ്ങനെ ഒട്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം കാല് ഈ ചെരുപ്പിൽ നിന്ന് അഴിച്ചു മാറ്റി. എന്നിട്ട് ചെരുപ്പ് അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ടെടുത്ത് അവിടെ നിന്ന് മാറ്റി. പിന്നെ അദ്ദേഹത്തിൻ്റെ നഗ്നമായിട്ടുള്ള കാലുകൾ കൊണ്ട് ആ റോക്കിൽ ചവിട്ടി നോക്കിയപ്പോൾ
പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളെന്ന് ഉദ്ദേശിച്ചത് അട്രാക്ഷൻ അവിടെ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി, ഈ ഒരു റോക്ക് പ്രത്യേക തരത്തിലുള്ള മെറ്റീരിയൽസിനെ മാത്രമേ അട്രാക്റ്റ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു കല്ല് ഒരു പ്രത്യേക തരത്തിലുള്ള മെറ്റീരിയൽസിനെ മാത്രമേ അട്രാക്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ചെരുപ്പിൻ്റെ ലോഹഭാഗങ്ങളെയാണ് ആ ഒരു റോക്ക് അട്രാക്റ്റ് ചെയ്യുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ കാല് മജ്ജയും മാംസവും രക്തവും ഒക്കെ ഉള്ള കാലാണ്. അതിൽ പ്രത്യേകിച്ച് ലോഹമിശ്രിതങ്ങളൊന്നും തന്നെയില്ല. ആ കാല് ഈ കല്ലുമ്മൽ വയ്ക്കുമ്പോൾ കാര്യമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള അട്രാക്ഷനും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടില്ല. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളും യാതൊരുവിധ ലോഹത്തിൻ്റെ കവറിങ്ങും ഇല്ലാത്ത അദ്ദേഹത്തിൻ്റെ കൈയോ അതുപോലെങ്കിൽ കാലോ നഗ്നമായ കാലുകളോ ഒക്കെ അതിൽ തൊട്ടു നോക്കിയപ്പോൾ യാതൊരു വിധത്തിലുള്ള അട്രാക്ഷനും അവിടെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൺക്ലൂഡ് ചെയ്തു, അതായത് മെറ്റലിൻ്റെ കോണ്ടാക്റ്റ് വരുമ്പോൾ ലോഹ നിർമ്മിതമായ ചില ഭാഗങ്ങൾ മാത്രം, അദ്ദേഹത്തിൻ്റെ ചെരുപ്പിൻ്റെ അടിഭാഗം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെരുപ്പിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം, അദ്ദേഹം കുത്തിപ്പിടിച്ചിരുന്ന വടിയുടെ ഏറ്റവും അടിഭാഗത്ത് ചെറിയൊരു മെറ്റലിൻ്റെ കോട്ടിംഗ് ഉണ്ടായിരുന്നു. ആ അടിഭാഗവും അദ്ദേഹം ആ ഒരു പാറക്കഷ്ണത്തോട് ചേർത്ത് പിടിച്ചപ്പോൾ ചെറിയൊരു അട്രാക്ഷൻ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൺക്ലൂഡ് ചെയ്തു, ലോഹങ്ങളെ മാത്രം അല്ലെങ്കിൽ ചില മെറ്റീരിയൽസിനെ മാത്രമേ ഈ ഒരു കല്ല് അട്രാക്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ ആദ്യത്തെ നാച്ചുറൽ മാഗ്നറ്റ്. മഗ്നീഷ്യ എന്ന് പറയുന്ന ഐലൻഡിൽ നിന്ന് കണ്ടെത്തിയതുകൊണ്ട് ആ ഒരു മെറ്റീരിയലിന് മാഗ്നറ്റൈറ്റ് എന്ന് പേര് കൊടുത്തു എന്നുള്ളതാണ് വിശ്വാസം. അതിൻ്റെ ഒരു ഫോർമുല Fe3O4 ആണ്, നമ്മുടെ അയേണിൻ്റെ ഒരു ഓറാണ്. ഓക്കെ, ഇതാണ് ഹിസ്റ്ററി ഓഫ് നാച്ചുറൽ മാഗ്നറ്റ്. നടന്നത് 600 BC-യിലാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നമുള്ളത്, ഇറഗുലർ ഷേപ്പായിരുന്നു നാച്ചുറൽ മാഗ്നറ്റിന്. നമുക്ക് ഇഷ്ടമുള്ള സൈസിലോ ഷേപ്പിലോ നമുക്ക് നാച്ചുറൽ മാഗ്നറ്റ് ലഭിക്കുകയില്ല. അതുമാത്രമല്ല അതിൻ്റെ സ്ട്രെങ്ത്ത് വളരെയധികം കുറവായിരുന്നു. ഓക്കെ, ഇനി ആ ഒരു നാച്ചുറൽ മാഗ്നറ്റിനെ കണ്ടെത്തിയതിന് ശേഷം, അപ്പോൾ ഗ്രീസിലാണ് നാച്ചുറൽ മാഗ്നറ്റ് കണ്ടെത്തിയത്. അതിന് ശേഷം ഒരു 400 BC-യിൽ, ഓക്കെ 400 BC-യിൽ ഈ ഒരു നാച്ചുറൽ മാഗ്നറ്റ് നമ്മൾ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതെപ്പോഴും എർത്തിൻ്റെ ജോഗ്രഫിക് നോർത്ത് ആൻഡ് സൗത്ത് ഡയറക്ഷനിലായിരിക്കും പോയിൻ്റ് ചെയ്ത് നിൽക്കുക എന്ന് ചൈനീസ് പീപ്പിൾസ് കണ്ടുപിടിച്ചു. ഓക്കെ, ചൈനയിലുള്ള വളരെയധികം ബുദ്ധി ഉള്ള ആളുകൾ ഈ ഒരു നാച്ചുറൽ മാഗ്നറ്റിനെ ഹാങ് ചെയ്തിട്ടപ്പോൾ, ഒരു നൂല് ഉപയോഗിച്ച് ഹാങ് ചെയ്തിട്ടപ്പോൾ, അതല്ലെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് നിർത്തിയപ്പോൾ, നാച്ചുറൽ മാഗ്നറ്റിനെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് നിർത്തിയപ്പോൾ എപ്പോഴും ഈ ഒരു നാച്ചുറൽ മാഗ്നറ്റ് എർത്തിൻ്റെ ജോഗ്രഫിക് നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്കാണ് പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നത് എന്ന് കണ്ടുപിടിച്ചു. അതായത് മാഗ്നറ്റിന് ഒരു ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് കണ്ടെത്തിയത് ചൈനയിലുള്ള ആളുകളാണ് 400 BC-യിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നാച്ചുറൽ മാഗ്നറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ നമ്മൾ ഡെസേർട്ടിൽ മരുഭൂമിയിൽ പോവുകയാണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ ഷിപ്പിൽ ആ ഒരു ഓഷ്യൻ സമുദ്രത്തിൽ പോവുകയാണെങ്കിലും ഒക്കെ നമുക്ക് ദിശ അറിയാനായിട്ട് എന്തെങ്കിലും ഒരു ഉപകരണം അത്യാവശ്യമാണ്. അപ്പോൾ ഇതേപോലെ ദിശ അറിയാനായിട്ട്, ഡയറക്ഷൻ അറിയാനായിട്ട് പണ്ട് മുതൽ എന്ത് ഉപയോഗിച്ചിരുന്നു? നമ്മുടെ മാഗ്നറ്റുകളെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ പിന്നീട് മാഗ്നറ്റുകൾക്ക് വീണ്ടും ഉപയോഗം കൂടിയപ്പോൾ ഒരു 2 ഡീമെറിറ്റുകൾ അവർ കണ്ടുപിടിച്ചു നാച്ചുറൽ മാഗ്നറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, കൃത്യമായിട്ടുള്ള സൈസോ ഷേപ്പോ നാച്ചുറൽ മാഗ്നറ്റുകൾക്ക് ഇല്ല. അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രെങ്ത്തും കുറവാണ്. അതുകൊണ്ട് പിന്നീടുള്ള ജനത എന്ത് സംഭവിച്ചു? വീണ്ടും കുറച്ചും കൂടി സ്ട്രെങ്ത് ഉള്ളതും കൃത്യമായിട്ടുള്ള സൈസും ഷേപ്പും ഉള്ളതുമായ ആർട്ടിഫിഷ്യലായിട്ടുള്ള മാഗ്നറ്റുകളെ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. ആൽനിക്ക പോലുള്ള അലുമിനിയം നിക്കൽ കൊബാൾട്ട് പ്ലസ് എ സ്മോൾ ബിറ്റ് ഓഫ് അയൺ. ഓക്കെ, അത്തരത്തിലുള്ള ഈ 4 ആളുകളുടെയും ചെറിയൊരു ലോഹ സങ്കരമാണ്, അലോയാണ് എന്ത്? ആൽനിക്കോ. അതിൽ തന്നെയുണ്ട് AlNaCO, അലുമിനിയം നിക്കൽ കൊബാൾട്ട്. വളരെ ചെറിയ അളവിൽ വേണമെങ്കിൽ അയണിനെയും ചേർക്കാം, ഇരുമ്പിനെയും നമുക്ക് ചേർക്കാം. അത്തരത്തിലുള്ള അലോയ്സ് ഉപയോഗിച്ച്, ലോഹ സങ്കരം ഉപയോഗിച്ച് അവർ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റുകളെ ഉണ്ടാക്കിയെടുത്തു. ഓക്കെ, അത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ മാഗ്നറ്റുകളാണ് നമ്മൾ ഇന്ന് ലബോറട്ടറിയിൽ കാണുന്ന ഇത്തരത്തിലുള്ള ബാർ മാഗ്നറ്റ്, ഹോഴ്ഷൂ മാഗ്നറ്റ്, മാഗ്നറ്റിക് നീഡിൽ എക്സെട്ര. ഓക്കെ, നാച്ചുറൽ മാഗ്നറ്റിസത്തിന് 1-2 എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. Fe3O4 എന്ന് പറയുന്ന മാഗ്നറ്റൈറ്റ്, അതൊരു നാച്ചുറൽ മാഗ്നറ്റാണ്. എർത്തും ഒരു നാച്ചുറൽ മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്ട്രെങ്ത് കമ്പാരിറ്റീവ്ലി കുറവാണ്. നമുക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടും മാഗ്നറ്റുകളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള മാഗ്നറ്റുകളാണ് നമ്മൾ ഇന്ന് കാണുന്ന ബാർ മാഗ്നറ്റ്, ഹോഴ്ഷൂ മാഗ്നറ്റ്, മാഗ്നറ്റിക് നീഡിൽ എക്സെട്ര. ഇതാണ് നമ്മുടെ 5th ചാപ്റ്ററിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ.